നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ കാര്യാലയത്തിൽ CPIMൻ്റെ നേതൃത്വത്തിൽ CPIMൻ്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വലിയ സംഘർഷമാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. സത്യപ്രതിജ്ഞാ വിവാദം പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമയി ന്യൂസ് ഇന്നലെ അവതരിപ്പിച്ചതാണ്. ഹിന്ദു ദേവീദേവന്മാരുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയെ അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് വിധിച്ചിരുന്നു. ആ വിധിയെ തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആ സത്യപ്രതിജ്ഞ അസാധുവാണെന്ന് വാദിച്ചുകൊണ്ടും കാപ്പ കേസ് ചുമത്തി ജയിലിലാക്കിയിരിക്കുന്ന BJP കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMൻ്റെ കൗൺസിലർമാർ നഗരസഭാ കാര്യാലയത്തിലേക്ക് തള്ളിക്കയറിയത്. നഗരസഭാ കാര്യാലയത്തിനെ സംബന്ധിച്ച് ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക. BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നഗരസഭാ കാര്യാലയത്തിലേക്ക് കടന്നു ചെല്ലുവാനും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയോ മേയർ ശ്രീ VV രാജേഷിനെയോ ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് കാണുവാനുമുള്ള സൗകര്യാർത്ഥം പൊതുജനങ്ങളുടെ ആഗമനഗമനങ്ങൾ തടഞ്ഞിരുന്നില്ല. അവിടെ വിഗമനങ്ങൾ തടയാത്ത അവസരം മുതലെടുത്താണ് CPIM പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നഗരസഭാ കാര്യാലയത്തിൻ്റെ ഉള്ളിൽ സംഘടിപ്പിക്കുന്നു. അതൊരു അക്രമമായി മാറ്റുകയും ചെയ്യുന്നു. ആ അക്രമമായിട്ട് പരിവർത്തനം ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പല അനാവശ്യ പ്രതിഷേധങ്ങളെന്ന് തന്നെ പറയാവുന്ന പ്രകടനങ്ങൾക്ക് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ, ശിവൻകുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജനപ്രതിനിധി പോലുമല്ല, തോറ്റു വീട്ടിലിരിക്കുകയാണ്, കൗൺസിലറല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവെന്നുള്ളതിനപ്പുറം നഗരസഭാ കാര്യാലയത്തിലെ പ്രതിഷേധത്തിൽ അദ്ദേഹത്തിന് പങ്കൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവരുടെ പ്രതിപക്ഷ നേതാവെന്ന് തന്നെ പറയാവുന്ന, നഗരസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന് പറയാവുന്ന ദീപക് ഉൾപ്പെടെയുള്ളവർ രംഗത്തുള്ളപ്പോൾ ശിവൻകുട്ടി പ്രകടനം നയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്ന് ശിവൻകുട്ടി രംഗത്തുണ്ടായിരുന്നില്ല. ദീപക് ഉൾപ്പെടെയുള്ള CPIM കൗൺസിലർമാരാണ് ഈ സംഘർഷത്തിന് നേതൃത്വം നൽകിയത്. ആ സംഘർഷം ഒരു അക്രമാസക്തമായിട്ടുള്ള രീതിയിലേക്ക് മാറിയത് ബഹുമാനപ്പെട്ട മേയർ ശ്രീ VV രാജേഷ് BJP കൗൺസിലർമാരോടൊപ്പം കാര്യാലയത്തിൽ എത്തിയപ്പോഴായിരുന്നു. മേയറെ തൻ്റെ കാര്യാലയത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് തടയുവാനും ഒപ്പം വനിതാ കൗൺസിലർമാരുൾപ്പെടെയുള്ളവരെ ശാരീരികമായി ആക്രമിക്കുവാനും CPIM കൗൺസിലർമാരും അവരുടെ ഒപ്പമുണ്ടായിരുന്നവരും ശ്രമിച്ചു. ആ ശ്രമങ്ങൾ തടയുവാൻ ശ്രമിക്കുന്നതിനിടയിൽ വനിതാ കൗൺസിലർമാരുടെ നേരെയുള്ള ആക്രമണങ്ങളെ പ്രത്യേകിച്ച് തടയുവാൻ ശ്രമിക്കുന്നതിനിടയിൽ മേയർ VV രാജേഷിനും പരിക്കേറ്റു. ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും ശ്വാസമെടുക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഇരുവരെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പരിചരണത്തിനായി. എങ്കിലും അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. മേയർ VV രാജേഷ് ശക്തിയുക്തമായി തന്നെ പറഞ്ഞത്, അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞത്, കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാമെന്ന് CPIM കരുതണ്ട. CPIMൻ്റെ ആവശ്യം ഈ സത്യപ്രതിജ്ഞ അസാധുവാണ്, സുഗതനെ പുറത്താക്കണം, നഗരസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്നൊക്കെയുള്ളതാണ്. അതൊന്നും നിയമപരമായി നടക്കുവാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക, ഈ ഒരു സത്യപ്രതിജ്ഞാ വിവാദം അതിനെ സംബന്ധിച്ച് തത്വമയി ന്യൂസ് വിശദമായി തന്നെ ഇന്നലെ ഒരു വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അത് നിയമപരമായിട്ട് BJPയുടെ ഭാഗത്താണ് ശരി എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ അവരുടെ ഈ അസ്വസ്ഥത, തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ 48 വർഷങ്ങൾ നീണ്ട അവരുടെ ഭരണം കെടുകാര്യസ്ഥത മൂലം സഹികെട്ട് തിരുവനന്തപുരം നഗരവാസികൾ ഒടുവിൽ പിടിച്ചു വാങ്ങി BJPക്ക് നൽകിയ നിമിഷം മുതൽ വല്ലാത്തൊരു അസ്വസ്ഥത കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ പടർന്നിട്ടുണ്ട്. ആ അസ്വസ്ഥതയുടെ ബഹിർസ്ഫുരണങ്ങളാണ് ഇത്തരം അക്രമ സംഭവങ്ങളായി പുറത്തു വരുന്നത്. ചിന്തിച്ച് നോക്കൂ, വനിതാ കൗൺസിലർമാർക്ക് മാത്രമല്ല, ഒരു വനിതാ ASIക്ക് വരെ പരിക്കേൽക്കുന്ന തരത്തിലായിരുന്നു. പോലീസ് എത്തി അവരെ തടയുവാൻ ശ്രമിച്ചപ്പോഴും അവർ സംഘർഷവും ആക്രമണ ശ്രമങ്ങളും തുടർന്നുകൊണ്ട് തന്നെയിരുന്നു. മേയറുടെ കാര്യാലയത്തിനുള്ളിലേക്ക് ബലമായി തള്ളിക്കയറി അവരെ പിടിച്ചു മാറ്റുവാൻ പണിപ്പെടുന്നതിനിടയിലാണ് പോലീസുകാർക്കുൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റതും. വനിതാ കൗൺസിലർമാർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളും അവർക്കുണ്ടായ ഒരു തിക്കിത്തിരക്കുണ്ടല്ലോ, ആ തിക്കിത്തിരക്കും ഉന്തും തള്ളിനും ഇടയിലാണ് ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥിന് ഉൾപ്പെടെയുള്ളവർക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഈ ആക്രമണം, പ്രത്യേകിച്ച് വനിതാ കൗൺസിലർമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ്, സ്വന്തം ശരീരം മറയാക്കി വനിതാ കൗൺസിലർമാരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട മേയർ ശ്രീ VV രാജേഷിന് പരിക്കേറ്റത്. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കൊണ്ട് എന്ത് നേടാമെന്നുള്ളത് CPIMനെ
പ്രശ്നമേ അല്ല. അവരെ സംബന്ധിച്ച് നിരന്തര സംഘർഷാവസ്ഥയിലൂടെ തിരുവനന്തപുരം നഗരവാസികൾ ഏകസ്വരത്തിൽ ഇതാണ് മേയർ, ഇതാണ് ഭരണമെന്ന് അംഗീകരിച്ചു തുടങ്ങിയ BJPയുടെ ഭരണസമിതിയെ ഏത് തരത്തിലും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ദൈനംദിനം എന്നവണ്ണം തടയിട്ടുകൊണ്ടേയിരിക്കുക. അതിനൊരു കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണം കണ്ടെത്തി തിരുവനന്തപുരം നഗരസഭാ കാര്യാലയത്തിൽ നിത്യമായൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുവാനാണ് CPIM നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവരുടെ പ്രവർത്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും സുവ്യക്തമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരം നഗരത്തിൽ സൃഷ്ടിക്കുന്നതിലൂടെ ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ക്ഷേമ പദ്ധതികളെ തടസ്സപ്പെടുത്തി BJPയുടെ ഭരണം മോശമാണ് എന്നുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിച്ച് അത് നഗരസഭാ തിരഞ്ഞെടുപ്പുകളിലും വരുവാൻ പോകുന്ന മറ്റ് നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുമെല്ലാം BJPക്കെതിരെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുവാൻ ഇപ്പോൾ നിരന്തരമായി ഉള്ള തോൽവികൾക്ക് ശേഷവും അപമാനങ്ങൾക്ക് ശേഷവും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതിരിക്കുന്ന ശിവൻകുട്ടി നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് BJP പാളയത്തിൽ നിന്ന് ഉയരുന്ന ആരോപണം. അതിൻ്റെ സത്യാവസ്ഥ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. തത്വമയി ന്യൂസ് അതിലൊരു വിധിയെഴുത്ത് നടത്തുന്നില്ല. മറുവശത്ത് തിരുവനന്തപുരം നഗരസഭയുടെ ക്രിയാത്മകമായതും കാര്യക്ഷമമായതുമായിട്ടുള്ള ഭരണ ചുവടുവെപ്പുകൾ, അവയെ തടസ്സപ്പെടുത്തുവാനുള്ള നിരന്തര ശ്രമങ്ങൾ CPIMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഡോക്ടർമാരെ വിട്ടു നൽകുന്നതിൽ അന്നത്തെ LDF ഗവൺമെൻറ് കാണിച്ച ഒരു മടിയും അതിനുശേഷം സേവാഭാരതി ഡോക്ടർമാർ രംഗത്തിറങ്ങുമെന്ന് ഘട്ടം വന്നപ്പോൾ ഡോക്ടർമാരെ വിട്ടു നൽകാമെന്ന് ഒരു U-ടേൺ അടിച്ചതും അങ്ങനെ തീരുമാനം മാറ്റിയതും എല്ലാം പ്രേക്ഷകർക്കറിയാവുന്ന കാര്യങ്ങളാണ്. തത്വമയി ന്യൂസ് യഥാസമയം ആ വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുമുണ്ട്. മറ്റൊരു കാര്യം, നഗര ശുചീകരണത്തെ സംബന്ധിച്ചുള്ള പ്രവർത്തികളിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള യൂണിയനുകളെ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തുക തുടങ്ങിയ പ്രക്രിയകൾ ദൈനംദിനം എന്നവണ്ണം അവർ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ മേയർ VV രാജേഷിൻ്റെ യഥാസമയമുള്ള കൃത്യമായ ഇടപെടലുകൾ അവരുടെ ഈ ശ്രമങ്ങളെയെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ വിവാദം എന്നൊരു അനാവശ്യ വിവാദം അവരുടെ പക്കലെത്തുന്നത് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നത്. അതൊരു ആയുധമാക്കി അവരുടെ ശ്രമങ്ങൾ കൂടുതൽ തീക്ഷ്ണമാക്കി അക്രമങ്ങൾ വർദ്ധിപ്പിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് ഭരണ തടസ്സമുണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ഇത് നിയമപരമായിട്ട് നഗരസഭയെ പിരിച്ചുവിടുവാനോ തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തുവാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് തന്നെ വ്യക്തമാണ്. എങ്കിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് ഭരണം തടസ്സപ്പെടുത്തുക, ആ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ സ്ഥിരമായിട്ടുള്ളൊരു കലാപരിപാടിയാണ്. അവർക്ക് ഭരണം നഷ്ടപ്പെടുമ്പോൾ അത് നഗരസഭയിലായാലും നിയമസഭയിലായാലും തെരുവുകളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് ഭരണത്തിലിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുവാൻ ശ്രമിക്കുക. അത് കുഴപ്പമൊന്നുമില്ല. ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ് അവർക്ക് പ്രതിഷേധിക്കുവാനും ഒരു പരിധിവരെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുവാനുമുള്ള അവകാശം ദൗർഭാഗ്യവശാൽ നമ്മുടെ ജനാധിപത്യം അവർക്ക് നൽകുന്നുണ്ട്. പക്ഷേ ആ സംഘർഷാവസ്ഥ അക്രമത്തിലേക്ക് കടന്ന്, അതും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമത്തിലേക്ക് കടന്ന് ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ലാത്ത നടപടികളാണ് എന്ന് പ്രേക്ഷകരും സമ്മതിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. പക്ഷേ CPIM പ്രവർത്തകരെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പലരും ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നേ വരെ അതിനൊരു ക്ഷമ ചോദിക്കുവാനോ ഒന്നും പ്രതികളെ CPIMൻ്റെ ഓഫീസിൽ ഒളിപ്പിച്ച അവസ്ഥ വരെ ഉണ്ടായിട്ട് പോലും അതിലൊരു തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തുറന്നു പറയുവാൻ പോലും CPIM നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് പ്രേക്ഷകർ ഓർക്കുക. ഇനി നഗരസഭാ കാര്യാലയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇനിയുള്ള ദിവസങ്ങളിലും വരും ദിവസങ്ങളിലും ഇത്തരം സംഘർഷാവസ്ഥ തുടർന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം CPIM രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഭരണം നഷ്ടപ്പെട്ടതിലൂടെ അവർക്ക് ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് എന്നാണ് BJP കൗൺസിലർമാർ ആരോപിക്കുന്നത്. പക്ഷേ മേയർ VV രാജേഷ് വ്യക്തമായും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാമെന്ന് CPIM പ്രവർത്തകർ, കൗൺസിലർമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഇവരാരും വിചാരിക്കേണ്ട. അത്തരം തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കൂ, നടക്കാൻ പോകുന്നില്ല. എന്താകും വരും ദിവസങ്ങളിലുള്ള CPIM പ്രവർത്തകരുടെ കൂടുതൽ അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരവസ്ഥയിലാണ് തിരുവനന്തപുരം നിവാസികൾ. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും വരെ പരിക്കേൽക്കുന്ന തരത്തിൽ അക്രമങ്ങൾ കൊണ്ടെത്തിച്ച CPIM കൗൺസിലർമാരുടെ ഈ ഒരു പ്രതിഷേധത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായും നിങ്ങളോട് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ YouTube ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടുള്ള യാത്രയിൽ ദേശീയതയോടൊപ്പം തത്വമയി ന്യൂസിൻ്റെ ഒരു കുടുംബാംഗമായി നിങ്ങളും ഒപ്പമുണ്ടാകുക.
അപ്പോൾ വീണ്ടും കാണാം. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം.